ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എഡിഫൈങ് തോട്ട്സിൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. ഉൽപ്പത്തിയിലെ ഉറവകൾ, ദ സ്പ്രിങ്സ് ഓഫ് ജനസിസ് എന്ന ശീർഷകത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചന പഠന പരമ്പരയുടെ 20ാമത്തെ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില വചന പഠന ക്ലാസ്സുകളിലായിട്ട് പൂർവപിതാവായിരിക്കുന്ന അബ്രഹാം പണിതതായിരിക്കുന്ന യാഗപീഠങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് നാം ധ്യാനിച്ച് വരുന്നത്. ഇന്ന് അതിൻ്റെ അവസാനമായിട്ട് അബ്രഹാം പണിതതായിരിക്കുന്ന അവസാനത്തെ യാഗപീഠം, അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമുള്ളതായിരിക്കുന്ന യാഗപീഠം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം കടന്നു വരികയാണ്. വലിയവനായ ദൈവം അബ്രഹാമിനെ ഇവിടെ പരീക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അബ്രഹാം കനാൻ ദേശത്തിലേക്ക് വന്ന് ആദ്യമായി ഷേഗേമിൽ യാഗപീഠം പണിതപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായിട്ട്, ഞാൻ നിനക്ക് കനാൻ ദേശവും നിനക്കും നിന്റെ സന്തതിക്കും കനാൻ ദേശം തരുമെന്ന് പറഞ്ഞു. രണ്ടാമത് ബഥേലിൽ യാഗപീഠം പണിതപ്പോൾ ദൈവത്തോടുള്ള അടുത്ത ബന്ധം അബ്രഹാമിന് അനുഭവിക്കുവാനായിട്ടിടയായി തീർന്നു. വീണ്ടും മിസ്രയീമിലേക്ക് കടന്നുപോയി പരാജയത്തിന് ശേഷം മടങ്ങി വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ച് ഹെബ്രോനിൽ കൂട്ടായ്മയുടെ യാഗപീഠം പണിത് അനേക നാളുകൾ ദൈവവുമായിട്ടുള്ള വലിയ കൂട്ടായ്മയിൽ തുടരുവാൻ അബ്രഹാമിന് ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണ ശോധന ദൈവം നൽകുകയാണ്. ആ ശോധനയിൽ, ആ പരീക്ഷയിൽ അബ്രഹാം പണിതതായിരിക്കുന്ന യാഗപീഠം ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ചിന്തിക്കുവാൻ നമുക്ക് സമയമില്ല. ഈ യാഗപീഠത്തിലേക്ക്, മോറിയ മലയിലുള്ള ഈ യാഗപീഠത്തിലേക്ക് അബ്രഹാം തൻ്റെ ഏക മകനായിരിക്കുന്ന, ഏകജാതനായിരിക്കുന്ന ഇസഹാക്കുമായിട്ട് കയറി ചെന്നപ്പോൾ നടന്നതായിരിക്കുന്ന ചില സംഭവ വികാസങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള ആ കഥയിൽ നിന്ന്, ആ സംഭവ ചരിത്രത്തിൽ നിന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 6 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ച് തീയും കത്തിയും താൻ എടുത്ത് ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി തന്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ച്, ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നരുളി ചെയ്തു.
അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരാട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാമും ഇസഹാക്കും ഒരുമിച്ച് മോരിയ മലയിലേക്ക് ആ സുപ്രധാനമായിരിക്കുന്ന യാഗത്തിനായി കയറിപ്പോകുന്ന ചിത്രം. ഇവിടെ എന്നെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം, തന്റെ ഏകജാതനായ മകനെ ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് മോറിയ മലയിലേക്ക് പോകുമ്പോഴും അത് വ്യക്തമായിട്ട് അറിയുന്ന അബ്രഹാം ആ മകന്റെ മുകളിൽ വിറക് വയ്ക്കുകയാണ്. ആ മകന്റെ ചുമലിൽ അബ്രഹാം വിറക് വയ്ക്കുകയാണ്. ആ വിറകും ചുമന്നുകൊണ്ടാണ് ബാലനായിരിക്കുന്ന ഇസഹാക്ക് മോറിയ മലയിലേക്ക് കയറിപ്പോകുന്നത്. വർഷിപ്പ് ഈസ് എ കോസ്റ്റ്ലി അഫയർ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം, അവർക്കിന്ന് ബൈബിള് കൊണ്ടുവരുവാനായിട്ട് മടിയാണ്. മൊബൈലിൽ ബൈബിൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് വരുന്നതായിരിക്കുന്ന ഒരു തലമുറ. അബ്രഹാമിനറിയാം തന്റെ പുത്രനെ യാഗം കഴിക്കുവാനായിട്ട് പോകുകയാണ്. എങ്കിലും ഹോമയാഗത്തിനുള്ള വിറക് മകന്റെ ചുമലിൽ വെച്ച് അബ്രഹാം അവനെ നടത്തുകയാണ്. അവിടെ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയുന്നത്, അവർ ഒരുമിച്ച് നടന്നു. ഇവിടെ ഈ യാഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് 3 പ്രത്യേകമായിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ദൈവത്തിന് തന്നെത്താൻ സമർപ്പിക്കുവാനായിട്ട്, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാനായിട്ട് അബ്രഹാം കയറി ചെന്നപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് നാം നോക്കേണ്ടത്, their hands were prepared. അവരുടെ കൈകൾ ഒരുങ്ങിയിരുന്നു. ഇസഹാക്കിന്റെ കയ്യിൽ വിറകാണ്, അബ്രഹാമിന്റെ കയ്യിൽ തീയും കത്തിയും ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു കാര്യം നോക്കുക, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കുക. അബ്രഹാം തീയും കത്തിയും ഇസഹാക്കിനെ ഏൽപ്പിച്ചിട്ട് ഭാരമുള്ള വിറക് ചുമന്നില്ല. അബ്രഹാം വിറക് ഇസഹാക്കിനെ ഏൽപ്പിച്ചിട്ട് തീയും കത്തിയും താൻ തന്നെ എടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എന്ത് ഏൽപ്പിക്കണം, ഏത് രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരണമെന്ന് നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട, ദൈവവചന പ്രകാരം അവരെ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. Their hands were prepared. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നുപോയപ്പോൾ അവരുടെ കൈകൾ അതിനായിട്ട് ഒരുങ്ങിയിരുന്നു. അത് മാത്രമല്ല, ഇവിടെ ഇസഹാക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ബാക്കിയെല്ലാം ഉണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അബ്രഹാം ഇസഹാക്കിനോട് പറയുകയാണ്, മകനെ, ദൈവം ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. Their hearts were prepared. അവരുടെ കൈകൾ മാത്രമല്ല, അവരുടേതായിരിക്കുന്ന തല അതിനായിട്ട് പ്രിപ്പയർ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് അറിയാമായിരുന്നു, താൻ വിശ്വസിക്കുന്നതായിരിക്കുന്ന ഏകസത്യ ദൈവം, അത്ഭുതവാനായ ദൈവം തന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിനെ അവിടെ ചാരത്തിൽ നിന്ന് പോലും തനിക്ക് തിരികെ നൽകുവാനായിട്ട് കഴിയുന്നവനാണ്. അവരുടേതായിരിക്കുന്ന ഹൃദയം, അവരുടേതായിരിക്കുന്ന അറിവിൽ, അവരുടേതായിരിക്കുന്ന നോളജിൽ യാതൊരു ചാഞ്ചല്യവും യാതൊരു പ്രയാസവും ഇല്ലായിരുന്നു. വീണ്ടും കാണുവാനായിട്ട് കഴിയുന്നത്, അങ്ങനെ ആ മോറിയ മലയിലെത്തി അവിടെ യാഗപീഠം പണിത് ഇസഹാക്കിനെ അവിടെ യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തുകയാണ്.
heart was prepared. അബ്രഹാമിന്റെ ഹൃദയം ഉറച്ചിരുന്നു, ഞാൻ എൻ്റെ മകനെ ദൈവത്തിന് നൽകുവാനായിട്ട് പോകുകയാണ്. അബ്രഹാമിന്റെ ഹൃദയം അവിടെ അതിനായിട്ട്, ഇസഹാക്കിന്റെ ഹൃദയം അവിടെ അതിനായിട്ട് പ്രിപ്പയർ ആയിരുന്നു. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കൈകൾ ഒരുങ്ങിയിരിക്കട്ടെ, നമ്മുടെ തലകൾ, നമ്മുടേതായിരിക്കുന്ന അറിവ് ഒരുങ്ങിയിരിക്കട്ടെ, നമ്മുടെ ഹൃദയം ഒരുങ്ങിയിരിക്കട്ടെ. അബ്രഹാമും ഇസഹാക്കും ഒരുമിച്ച് നടന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുമിച്ച് ദൈവനാമ മഹത്വത്തിനായി മുന്നേറുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ കഴിയുന്ന മാതാപിതാക്കൾ. അങ്ങനെയുള്ള യാഗങ്ങളെ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള സാക്രിഫൈസസ് God desires. എന്നാൽ നമുക്കറിയാം, മോറിയ മലയുടെ മുകളിൽ നടന്നതായിരിക്കുന്ന വലിയ ചിത്രം ദൈവം അബ്രഹാമിനെ ബാലന്റെ മുകളിൽ കൈവെക്കുവാനായിട്ട്, ബാലന്റെ മേൽ കൈവെക്കുവാനായിട്ട് വിട്ടില്ല. ആ ബാലന് പകരം ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതിയിരുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 13-ാം വാക്യത്തിൽ, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. എന്നെ ചിന്തിപ്പിച്ചതായിരിക്കുന്ന ഒരു കാര്യം, അബ്രഹാമിന് വേറെ ഒന്നും നോക്കുവാനായിട്ടില്ലായിരുന്നു. മോറിയ മലയിലേക്ക് ചെന്ന് യാഗപീഠം പണിത് ദൈവത്തിങ്കലേക്ക് നോക്കി ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് പോകുന്ന അബ്രഹാം, ദൈവം അബ്രഹാമിനെ അന്ന് വിളിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അബ്രഹാമും ഇസ്ഹാക്കും ചേർന്ന് ആ മോറിയ മലയിൽ ആദ്യത്തെ കാൽ വെക്കുന്നതിന് മുൻപ് തന്നെ ആട്ടുകൊറ്റനെ ദൈവം അവിടെ ഒരുക്കിയിരുന്നു. എന്നാൽ അബ്രഹാം അതിനെ കണ്ടത് ദൈവത്തിന് തന്നെത്താൻ സമർപ്പിച്ചപ്പോഴാണ്. പ്രിയമുള്ള ദൈവജനമേ, ദൈവം നമുക്കായി അനേക പ്രൊവിഷൻസ്, അനേക കരുതലുകളെ ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്കത് കാണുവാനായിട്ട് കഴിയാതെ പോകുന്നതിൻ്റെതായിരിക്കുന്ന കാരണം, നമ്മെ തന്നെ ദൈവത്തിൻ്റെതായിരിക്കുന്ന കരങ്ങളിൽ സമർപ്പിക്കുന്നില്ല. അബ്രഹാം തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ, തന്റെ ഏകജാതനായ പുത്രനെ നൽകി ദൈവത്തെ സ്നേഹിച്ചപ്പോൾ, ദൈവം ഒരുക്കി വച്ചിരുന്നതായിരിക്കുന്ന പ്രൊവിഷൻ കാണുവാനായിട്ടുള്ള കണ്ണുകൾ അബ്രഹാമിന് ഉണ്ടായി. അങ്ങനെ അബ്രഹാം പറഞ്ഞു, ജഹോവ ജൈറേ, ദൈവം കരുതുന്നവനാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ യാഗപീഠത്തെ ഞാൻ ദ ഓൾട്ടർ ഓഫ് സറണ്ടർ എന്ന് വിളിക്കുകയാണ്. സമർപ്പണത്തിന്റെ യാഗപീഠം. എന്റെ ദൈവത്തിനായിട്ട് എന്റെ ജീവിതത്തിലെ സർവവും സമർപ്പിക്കുമ്പോൾ വലിയവനായ ദൈവത്തിന്റെ നിത്യമായ കരുതലുകളെ കണ്ട് നമുക്ക് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ അബ്രഹാമിന്റെ പ്രതീക്ഷ, അബ്രഹാമിന്റെ പ്രത്യാശ എന്നുള്ളത് ദൈവം ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും എന്നുള്ളതായിരുന്നു. എന്നാൽ നോക്കുക, എന്താണ് ദൈവം കരുതിയത്? 13-ാം വാക്യത്തിൽ, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുകയാണ്. ഒരു ആട്ടുകൊറ്റനെയാണ് ദൈവം കരുതിയത്. അബ്രഹാമിന്റെ പ്രതീക്ഷ ആട്ടിൻകുട്ടിയായിരുന്നു. എന്നാൽ ദൈവം അവിടെ കരുതിയത് ഒരു ആട്ടുകൊറ്റനെയാണ്. അന്ന് അബ്രഹാം ഇസ്ഹാക്കിന് പകരമായി യാഗം കഴിച്ചത്. എന്നാൽ ഞാനൊരു കാര്യം ഇങ്ങനെ പറയട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ നോക്കിക്കൊണ്ടിങ്ങനെ പറയുവാനായിട്ടിടയായി തീർന്നു, Behold the Lamb of God who carries away the sins of the world. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അന്ന് അബ്രഹാം പ്രതീക്ഷയോടെ കാത്ത് മോറിയ മലയിലേക്ക് കയറി ചെന്നപ്പോൾ തന്റെ ഏകജാതനായ മകന് പകരമായിട്ട് ദൈവം ഒരു ആട്ടുകൊറ്റനെയാണ് നൽകിയതെങ്കിൽ
പാപികളായ മാനവരാശിയെ ദൈവം സ്നേഹിച്ചപ്പോൾ അവിടെ അബ്രഹാമിന്റെ പ്രതീക്ഷയായിരുന്ന ആട്ടിൻകുട്ടിയെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ദൈവം നൽകി. ദൈവത്തിന്റെ കൃപയുടെ സ്നേഹത്തിന്റെ വലിപ്പം, കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ആ കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഇസഹാക്ക് ആ യാഗപീഠത്തിൽ കിടന്ന് അബ്രഹാമിൻ്റെതായിരിക്കുന്ന കത്തി തന്റെ മുകളിലേക്ക് വരുവാനായിട്ട് പോയപ്പോൾ, കണ്ണുകൾ അടച്ചിരുന്നപ്പോൾ, ആ കത്തി എന്തുകൊണ്ട് തന്നെ നേരെ വരുന്നില്ല എന്നറിയുവാനായിട്ട് കണ്ണുകളെ തുറന്നു നോക്കിയപ്പോൾ അവിടെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച കാണുവാനായിട്ടിടയായി തീർന്നു. തനിക്ക് പകരമായിട്ട് ഒരാട്ടിൻകുട്ടിയെ അബ്രഹാം കൊണ്ടുവരുന്ന, ദൈവം കരുതിയ ദൈവം കരുതിയതായിരിക്കുന്ന ആട്ടുകൊറ്റനെ അബ്രഹാം കൊണ്ടുവരുന്ന കാഴ്ച, നമ്മുടെ കുഞ്ഞുങ്ങൾ കാണേണ്ടതായിരിക്കുന്ന കാഴ്ച അതാണ്. കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയുടെ കാഴ്ച, സ്നേഹത്തിന്റെ കാഴ്ച. ആ കാഴ്ചയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സമർപ്പണത്തിന്റെ യാഗപീഠങ്ങൾ ആവശ്യമാണ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്നേഹം പ്രാപിപ്പാൻ ഞാൻ